ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം എനിക്കിപ്പോ തോന്നുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ബെസ്റ്റ്. ഒരു കാര്യം ചെയ്യും, എന്റെ കല്യാണിക്കുട്ടി എന്ന് ഒരു ഗ്ലാസ് പാലെടുത്തുണ്ടോ. പരമ്പരാഗത രീതിയൊന്നും തെറ്റിക്കാൻ നിൽക്കണ്ട. ചെല്ലേ. അത് ഞാനെങ്ങനെയാ വലിയ. ശരി, ഇരിക്ക. പാലില്ലാതെ ആദ്യ രാത്രി ആഘോഷിക്കാനായിരിക്കും നമ്മുടെ വിധി. ഇതാരാ ഈ സമയത്ത്? നോക്കട്ടെ. അകത്തേക്ക് വരാലോ അല്ലേ? കൊല്ലരുത്. ഇന്നത്തെ തൃച്ചംബരത്തെ സംഘർഷഭരിതമായ സാഹചര്യത്തിലെ പാലുണ്ടാവില്ലെന്നറിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റ്. പുതിയ ഡ്രസ്സാ, മാറി കൊടുക്കാൻ ഒന്നുമില്ലെന്നറിയാം. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതങ്ങോട്ട് മുട്ടി വിളിച്ചപ്പോ ഞാൻ കരുതി ആ ഇളയമ്മയായിരിക്കും. അതെ. അപ്പൊ സമയം കളയുന്നില്ല. അപ്പൊ ബ്രോ, എല്ലാവിധ ആശംസകളും. ഇനി ഇവിടെ നിന്നാലേ ബ്രോ നമ്മളെ ചവിട്ടി പുറത്താക്കും. ഇനി ഇവിടെ നിന്ന് ചിലപ്പോ അരവിന്ദ് സന്തോഷം കൊണ്ട് കരഞ്ഞു. അതുകൊണ്ട് ശരി ബ്രോ, അപ്പൊ പോട്ടെ. എടുത്തിമേ ശരി. ആർക്കെങ്കിലും കിട്ടോ ഇതുപോലൊരു അനിയനെ? അനിയകുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ വലിയഞ്ഞിന്റെ കണ്ണു നിറഞ്ഞല്ലോ. ഇത് സന്തോഷം കൊണ്ടാ. ഇത് കരയാനുള്ള ദിവസമൊന്നും അല്ലല്ലോ. ഇനി ഔപചാരികമായിട്ട് ശ്രീമതി ആ പാലിംഗ് എന്നാട്ടെ. സാറിങ്ങനൊക്കെ സംസാരിച്ച ഞാൻ ചിലപ്പോ കരഞ്ഞു പോവും. എന്തിന്? നിങ്ങൾ പോകാൻ നിൽക്കിയല്ലേ? ഏതായാലും ഇപ്പോൾ ദാസി കാണിച്ചത് കൊടും ചതിയായിപ്പോയി. കുറഞ്ഞപക്ഷം എന്നെ ഫോൺ വിളിച്ചിറക്കി പോണെന്ന് പറയാൻ പാടില്ലായിരുന്നു. രഹസ്യമായ താക്കോൽ ഇവിടെ വച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഈ സിറ്റുവേഷൻ. പോകും മുമ്പ് എന്റെ നെഞ്ചിലൊരു പോറൽ കൂടെ നൽകണമെന്നുണ്ടായിരുന്നല്ലേ? മനഃപൂർവ്വം. സാർ ഒരിക്കലും എന്നോടിങ്ങനെ നമ്മളീ കുട്ടിക്കാലത്ത് കുട്ടികൾ കൊടുക്കുന്ന കുടുക്കയില്ലേ, അതുപോലെയാണ് ചില താതജന്മങ്ങൾ. നമ്മുടെ കരുതലും ഇഷ്ടവും വാത്സല്യവുമെല്ലാം നമ്മളതിൽ നാണയങ്ങൾ പോലെ നിറയ്ക്കും. മക്കൾ പക്ഷേ ആവശ്യമുള്ളപ്പോൾ നാണയങ്ങളെ എടുക്കും. ഉടഞ്ഞു ചിതറുന്ന വിധി നമുക്കുള്ളതാണ്. അതിൽ ദുഃഖിക്കാനും ഇതുപോലെ ഒളിച്ചോടാനും നിൽക്കരുത്. ഈ താക്കോൽ ഞാൻ തിരികെ വാങ്ങില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഈ നടയിൽ വച്ചിട്ട് ഞാനിപ്പോ പോകും. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ദാസിനെ ഇതിവിടെ ഉപേക്ഷിക്കാം, തിരിച്ചെടുക്കാം. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ മുൻസീറ്റിലില്ലെങ്കിൽ എനിക്കിനി കാർ യാത്രയില്ല. ഇതെന്റെ തീരുമാനമാണ്. ഇന്നലെ കൊണ്ട് അഖിലേച്ചിക്ക് ആനന്ദ് എന്ന പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
അഖിലേച്ചിയുടെ മനസ്സിൽ ഇനി ആനന്ദ് എന്നൊരു ജന്മമേ ഇല്ല. ഇനി നീ മാത്രമാണ് അമ്മയ്ക്ക് ആശ്രയം. ഇളയവനായ നീയെങ്കിലും സ്വന്തം അമ്മയ്ക്ക് കുറച്ച് പരിഗണന കൊടുക്ക രവിന്ദ്. ഇപ്പോ ഈ പെട്ടെന്നുള്ള ഒറ്റപ്പെടലൊക്കെ ചിലപ്പോ അഖിലേച്ചിയെ എനിക്ക് നല്ല പേടിയുണ്ട് അരവിന്ദേ. ആ മുറിയിലാണെങ്കിൽ നിറത്തോക്കും ഇരിപ്പുണ്ട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ചിലപ്പോ അഖിലേച്ചി നീ പെട്ടെന്ന് നിന്നെ വിഷമിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. എന്റെ ചില ഉത്കണ്ഠകളാ. മനസ്സിലായണമേ, എനിക്കിത് ഭയമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്നലെ മുതൽ അമ്മയ്ക്ക് ഞാനും ബ്രോയും അച്ഛനൊക്കെ ശത്രുക്കളാ. ഈ തൃച്ചംബരത്ത് വീട്ടില് അമ്മയ്ക്കാകെ ഇഷ്ടം ഇളയമോട് മാത്രം. അതുകൊണ്ട് ഇളയമ്മയ്ക്ക് മാത്രമേ അമ്മയെ ശ്രദ്ധിക്കാനും രക്ഷിക്കാനും കഴിയൂ. ഇളയമ്മയ്ക്ക് മാത്രം. അല്ല, അതിപ്പോ നിങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും ഈ വിലാസിനിയുടെ വില മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. അഖിലേച്ചി ഞാൻ ശ്രദ്ധിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാ. എന്നാലും ഒരെന്നാലും ഇളയമ്മ, തൃച്ചംബരത്തിപ്പോ കലക്കവെള്ളല്ലേ. നന്നായിട്ട് കൈയിട്ടിളക്കിയ മീൻ കിട്ടിയെന്നും വരും. കലക്കവെള്ളത്തിൽ മീൻപിടുത്തം. തൃച്ചംബരത്തെ വിലാസിന് ഇതിന് ബെസ്റ്റാണ്. ഓൾ ദ ബെസ്റ്റ്. എന്നാ ശരി. കല്യാണി, മാഡം, എന്താ കല്യാണി ഇത്? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ദേ നോക്ക്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ റൂമിലിരുന്ന് ഓർഡർ ചെയ്താ മതി. ജോലിക്കാരില്ലേ ഇവിടെ? നീ വന്ന് ഈ ജോലിയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല നിനക്ക് പുറം പണി പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞേ. നീ ഇപ്പൊ ആരാന്നാ നിന്റെ വിചാരം? നീ ഇപ്പൊ ആരുടെ ഭാര്യയാണെന്ന് നിനക്കറിയോ? നീ എന്തെങ്കിലും നോക്കുന്നേ? ഓ ഓ ഓ, ഇത്രയും നാളും കണ്ട കടിച്ചു കീറാൻ വരുന്നവർക്ക് ഇന്നിപ്പൊ എന്ത് പറ്റിയെന്നായിരിക്കും. നോക്ക് കല്യാണി, അഖിലേച്ചി നിന്നെ മരുമകളായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആനന്ദ് താലി കെട്ടിയ നീ തൃച്ചംബരത്തെ മരുമകൾ അല്ലാതായി മാറില്ലല്ലോ. ഇല്ല കല്യാണി, ആര് നിന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ തൃച്ചംബരത്തെ മൂത്ത മരുമകൾ തന്നെയാ. അത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ സംശയമുണ്ടോ നിനക്ക്? അതെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി കഴിഞ്ഞാ പിന്നെ എല്ലാ അധികാരങ്ങളും തൃച്ചംബരത്തെ മൂത്ത മരുമകളായ നിനക്കാ. അയ്യോ, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാതെ വെറും ഒരു അടുക്കളക്കാരിയായി കണ്ടുകൊണ്ട് ശകാരിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ കല്യാണി, എന്നോട് ക്ഷമിച്ചേക്കണേ. എന്താ മാഡം ഇത്? മാഡം ഇങ്ങനെ സ്നേഹത്തോട് സംസാരിക്കുന്നത് തന്നെ എനിക്കൊന്ന് സന്തോഷമെന്നറിയോ? അയ്യോ, എനിക്കത് മുക്കിലും മൂലയിലും നിന്ന് ആളുകൾ എന്നെ കളിയാക്കിച്ചിരിക്കും. എന്റെ മുഖത്ത് നോക്കിയും ഞാൻ കേൾക്കാതെയും ഒരുപാട് ചോദ്യങ്ങളും പരിഹാസം ചാലിച്ച് സഹതാപവാക്കുകളും വരും. എനിക്കതൊന്നും സഹിക്കാൻ കഴിയില്ല.
ഒറ്റയ്ക്കിരിക്കുമ്പോ അതൊന്നും കേൾക്കണ്ടല്ലോ. ഇതാ നല്ലത്. ഇവിടെ ആവുമ്പോ അല്പ സമാധാനം കിട്ടും. എന്റെ മകള് അവള് കാരണമാണ് മാഡത്തിന് ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല മാഡം. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഞാൻ ഒരിക്കലും അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതെന്റെ തെറ്റ്. എന്നോട് ക്ഷമിക്കണം മാഡം. എല്ലാ പഴിയും ദാസേട്ടന്റെ മകളുടെ മുകളിൽ മാത്രം ചുമത്തുന്നത് എങ്ങനെയാ? എന്റെ മകൻ ആനന്ദും കുറ്റക്കാരൻ തന്നെയാ. മാഡം ഓഫീസിലേക്കൊന്നും പോയില്ലെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോയിരുന്നെങ്കിൽ മനസ്സിലൊരു അല്പം സമാധാനം കിട്ടിയേനെ. ഞാൻ വണ്ടി എടുക്കട്ടെ മാഡം? ഇല്ല ദാസേട്ടാ, വ്രതം നോറ്റതും നോമ്പെടുത്തതും ഒക്കെ വെറുതെ ആയില്ലേ. ഇനി ഒരമ്പലത്തിലേക്കുമില്ല ഞാൻ. അച്ഛനെന്താ അവിടെ വരെ വന്നിട്ട് എന്നോടൊന്നും സംസാരിക്കാതെ അങ്ങ് പോകുന്നത്? അച്ഛൻ അവിടെ നിൽക്കുന്ന കണ്ട് ഭക്ഷണം എടുത്ത് വന്നപ്പോ ആളവിടെ ഇല്ല. അച്ഛൻ വല്ലതും കഴിച്ചോ? ആഹാ, ചേച്ചിയോ? ചേച്ചി എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കേ ചേച്ചി. നീയും ഔപചാരികത കാണിച്ചു തുടങ്ങിയോ എന്നോട്? എന്നുവെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. അച്ഛൻ ആരോടും പറയാതെ പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഇപ്പോ ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല. അച്ഛാ, അച്ഛന് ചേച്ചിയോട് ദേഷ്യമുണ്ടല്ലേ? അതുകൊണ്ടാണ് ചേച്ചിയോട് മിണ്ടാത്തെ? കഷ്ടമുണ്ട്. ചേച്ചി പാവല്ലേ അച്ഛാ? പാവായിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്? ദർശമ്പത്തുകാരുടെ മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരന്മാരാണെന്ന് അവൾ ഓർത്തില്ലല്ലോ. ചില ബന്ധങ്ങളുടെ വില ആരും ഓർക്കാറില്ല, അത് തകർന്നു പോകുന്നത് വരെ. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, തൃശമ്പരത്തെ അഖില മാഡത്തിന്റെ മുമ്പിൽ എന്റെ മകൾ എനിക്ക് തന്നെ ചാർത്തി തന്ന ബഹുമതികൾ, ചതിയൻ, വഞ്ചകൻ, കൂടെ നിർത്താൻ കൊള്ളാത്തവൻ, അങ്ങനെ എല്ലാം ചുമക്കണം. ചുമന്നല്ലേ പറ്റുമോ? ഞാൻ അച്ഛനായി പോയില്ലേ? അച്ഛൻ എന്തൊക്കെയായി പറയണേ? എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. എന്താടി ഇത്രയും നാളും പുതിനാറ്റി കൊടുത്ത് മയക്കിയതൊന്നും പോരെ നിനക്ക്? പുതിനാറ്റി കൊടുത്ത് മയക്കി അടുക്കളയിൽ നിന്ന് അരമന വരെ എത്തി. ഇനിയിപ്പൊ വീണ്ടും പുതിനാറ്റിയും കൊണ്ടുപോയി ഈ തൃച്ചംബരം കൂടി നിന്റെ പേരിലേക്ക് മാറ്റിയെടുക്കാനാവും തമ്പുരാട്ടിയുടെ ഉദ്ദേശം. എന്തടി നോക്കുന്നേ? എന്നെ കണ്ട പേടിച്ച് കയ്യും കാലും വിറയ്ക്കുന്ന നീ എന്നെ വെല്ലുവിളിക്കാൻ തക്ക വിധത്തിലേക്ക് വളർന്നു അല്ലേ? ചേച്ചി നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതിന് മുന്നേ നിനക്ക് ഇത്ര അഹങ്കാരം. അപ്പൊ ചേച്ചി നിന്നെ മൂത്ത മരുമകളായിട്ട് അംഗീകരിച്ചാ പിന്നെ നിന്റെ കാല് തറയിൽ നിൽക്കില്ലല്ലോ. അല്ല, മൂത്ത മരുമകളെ എന്ത് കനകക്കട്ടിയും കൊണ്ടാണാവോ ഇങ്ങോട്ട് കേറി വന്നത്? തന്തയും മോളും കൂടി അഭിനയിച്ച് മയക്കിയും ഒരു കോടീശ്വര പുത്രനെ വശീകരിച്ചെടുത്തല്ലോ. നിക്കടി അവിടെ, നിക്കേ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കൊള്ളാലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ദേ, വല്യ കുഞ്ഞ് ആദ്യം ചൂടാറുന്നതിന് മുമ്പ് ഈ പുതിനറ്റിയം കുടിക്ക്. ഇത് കാണുമ്പോ ഉള്ളിലൊരു മഴ പെയ്തിറങ്ങുന്ന സുഖ. ഓ കൊള്ളാം. ഉള്ളിലൊരു പ്രണയമഴ പെയ്യുന്ന സുഖമല്ലേ? വേണമെങ്കിൽ വിചാരിച്ച ഒരു കവിതയൊക്കെ എഴുതാൻ കല്യാണി. ഒന്ന് പോവല്ലോ ഞാൻ കളിയാക്കാതെ. ഞാൻ പറഞ്ഞ സത്യ. കുടിക്ക്.
നീ കുടിക്ക. പാർക്കിലോലിരിക്കുന്നു. സാരില്ലടാ പോട്ടെ. അച്ഛൻ നല്ല സ്മൂത്ത് ആയിട്ട് രാത്രി ഉണ്ടാക്കി തരാം. രാത്രിയിലും കൊഴുക്കട്ടയോ? നാശം പിടിച്ച കൊഴുക്കട്ട എനിക്കെങ്ങും വേണ്ട. അച്ഛൻ എന്ത് ചെയ്യാനാ? അച്ഛൻ അറിയാവുന്നല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. നീ എന്താ അച്ഛൻ വലിയ തെറ്റ് ചെയ്ത പോലെ? അച്ഛൻ തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്. ചേച്ചിയോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. ദേ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിച്ചോളണം. അവൻ അവളെ ന്യായീകരിക്കാൻ വന്നേക്കും. ഒന്ന് നീ മനസ്സിലാക്കിക്കോ, നിന്റെ ചേച്ചി ചെയ്ത പ്രവൃത്തികൾക്ക് അഖിലാമ്മയുടെ എന്ന് മാപ്പ് കൊടുക്കുന്നോ അന്ന് മാത്രമേ ഞാൻ അവളോട് ക്ഷമിക്കൂ. അതിന് ചേച്ചി തെറ്റ് ചെയ്തെങ്കിലല്ലേ മാപ്പ് കൊടുക്കേണ്ടത്? എന്താടാ പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? അടുപ്പത്തരം പറയുന്നു. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ അവനെ എന്തിനാ തല്ലുന്നേ? അവനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഇവനെങ്കിലും അടി കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ ഒരു ദിവസം നെറുകേട് കാണിച്ചുകൊണ്ട് നിന്നെ പോലെ ഇതുപോലെ മുമ്പിൽ വന്ന് നിൽക്കും. വാ, രണ്ടുപേരും വന്നിരിക്കെ. ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വേണ്ട നിന്റെ ആഹാരം. അവൾ ആഹാരം കൊണ്ടുവന്നേക്കുന്നു. എനിക്ക് വേണ്ട നീ വെച്ചു കൊടുക്കുന്ന ആഹാരം. അതെനിക്ക് ഇറങ്ങില്ല. അത്രയ്ക്ക് ഉപകാരങ്ങളാണല്ലോ നീ ചെയ്തു തന്നേക്കുന്നത്. ദാസിനൊരു വാക്കേ ഉള്ളൂ. ഇനി ഞാൻ നിന്നെ മകളായി അംഗീകരിക്കണമെങ്കിൽ അതിനു മുമ്പ് അഖില മേഡം നീ ചെയ്ത തെറ്റുകൾ പുറത്തിരിക്കണം. പറഞ്ഞ മനസ്സിലായ? അനികുട്ടാ, അച്ഛനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛനായതുകൊണ്ട്. നീ നേരത്തെ പറഞ്ഞതുപോലെ കെയർലെസ് ആയിട്ടല്ല, കെയർഫുൾ ആയിട്ട് വേണം അച്ഛൻ ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറാൻ. നീ വീണ്ടും സൂചിപ്പിച്ചു ഈ വീട് ഒരു നെരിപ്പോടിന് മുകളിലാണ് ഇരിക്കുന്നത്. 100% സത്യമാണ്. ആ നെരിപ്പോട് എരിയുന്നത് നിന്റെ അമ്മയുടെ നെഞ്ചിന്റെ ഉള്ളിലാണ്. അത് കത്തിച്ചത് നിന്റെ സ്വന്തം ജ്യേഷ്ഠന്. അണയാൻ കുറച്ച് സമയമെടുക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ചു സമയം കൊടുക്കുകയാണ് വേണ്ടത്. നീ കാണിക്കുന്ന പോലെ വെപ്രാളപ്പെടുകയല്ല. അല്ല, ഞാൻ എന്റെ ഒരു ടെൻഷൻ കൊണ്ട്. മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിക്കാത്തത്. എടാ, നീ ഒരു പെണ്ണ് കെട്ടുവനെ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഭർത്താക്കന്മാർ വിചാരിച്ചാൽ മതി വീടിനെ അതിന്റെ ബാലൻസിൽ നിലനിർത്താൻ. അതിന് ചിലപ്പോൾ സരസമായി സംസാരിക്കേണ്ടി വരും. ഇഷ്ടമല്ലെങ്കിലും ചിരിച്ചു കാണിക്കേണ്ടി വരും. ചിലപ്പോ വായും പൂട്ടിയിരിക്കേണ്ടിയും വരും. That's how we practically handle the situation. എൻ പുള്ളക്ക് പുരിഞ്ചിതാ. അപ്പൊ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തലയിൽ തേങ്ങ വീണാ പോലും നമ്മൾ മോങ്ങരുത് എന്നർത്ഥം. വെരി ഗുഡ്. ഇപ്പോഴാണ് നീ ഒരു ഗൃഹസ്ഥനായത്. ഇനി നിനക്ക് താമസിയാതെ ഒരു അച്ഛനാകും. കൊടുകൈ. ഓൾ ദ ബെസ്റ്റ്. പോച്ച. ആ ദിവ്യേ, മാഡം, ഭക്ഷണമൊക്കെ റെഡിയാക്കിയോ? റെഡി ആയിട്ടുണ്ട് മാഡം. എന്നാ നീ വേഗം പോയി എടുത്തിട്ട് വാ. ശരി മാഡം. എരിവും പുളിയൊക്കെ കറക്റ്റ് ആണല്ലോ. അതെ ചേച്ചി ഇതെടുത്ത് ഇനി എന്റെ മുഖത്തോടി എറിയരുത്. ഇല്ല മാഡം, എല്ലാം കറക്റ്റ് ആണ്. നീ ഇത് കണ്ടോ? വിലാസിനി അഖിലയെ മുതലെടുക്കാനുള്ള പുറപ്പാടാണ്. ഇവിടെ വേണം. കൊള്ളാം കൊള്ളാം, അങ്ങനെ അങ്ങോട്ട് ചോദിക്ക്. പക്ഷേ ചോദ്യത്തിന് അത്രയ്ക്ക് ഉച്ചിരി പോരാ. ഇപ്പം വയലൻസ് കൂടി വന്നാലേ രസം വരും. അഖില, നീ നിന്റെ ശരികൾ പറയും. പക്ഷേ അവർക്കും അവരുടേതായ ശരികളുണ്ട്. നീ അത് കേൾക്കാൻ തയ്യാറായ? വേണ്ട കൃഷ്ണേട്ടാ, ഒന്നും കേൾക്കണമെന്നില്ല എനിക്കിപ്പോ. മക്കളുടെയും മരുമക്കളുടെയും ജീവിതമാണ് കൃഷ്ണേട്ടന് വലുത്. അതിനിടയ്ക്ക് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് എന്ത് കാര്യം? ഞാൻ ശത്രുവല്ലേ എല്ലാവർക്കും. എന്നെ മനസ്സിലാക്കാനും ഞാനെന്ന് അമ്മയെ അറിയാനും ആരും ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അതാണ് സത്യം. നോ, അതല്ല സത്യം.
എല്ലാം സംഭവിച്ചു പോയെന്ന് കരുതി ആനന്ദ് നിന്റെ മകനല്ലാതാവുന്നു. ഇവിടെ ആരും നിന്നെ ഒറ്റപ്പെടുത്തുകയോ ചതിക്കുകയോ ചെയ്യുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് അവനോട് മനസ്സിൽ അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കാണിക്കുകയും ചെയ്യും. പക്ഷേ ആ പരിഗണന നീ കല്യാണിക്കും കൊടുക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സോറി, എനിക്കതാണ് കേൾക്കേണ്ടാത്തത്. കൃഷ്ണട്ട് പൊയ്ക്കോ, എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാനാ താല്പര്യം. പ്ലീസ് വിലാസിനെ. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണ്ട, ഒളിച്ചു നിന്നതാണെന്ന് മനസ്സിലാവും. വിലാസിനെ. ചേച്ചി വരുന്നു. ചേച്ചി, നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ എനിക്ക് ആഹാരം കൊണ്ടുവരേണ്ടത് നീയാണെന്ന്. പിന്നെ നീ എന്തെടുക്കായിരുന്നോളെ? അയ്യോ ചേച്ചി, ഞാൻ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നതാ. ശിവരാമേട്ടൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ആഹാരം കൊടുത്തോളാന്നും അങ്ങനെയെങ്കിലും എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ടാ ഏട്ടൻ ഇങ്ങോട്ട് വന്നത്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നവർ ഇപ്പൊ പറയാതെ പിന്നെ എപ്പോ പറയണം ഞാൻ? അമ്മ ഇനിയും കല്യാണം ആലോചിച്ചാലോ? ഇനി ഒരു ഒളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ. നിനക്കറിയോ, ഈ ലോകത്ത് ഒരമ്മയെ ഒരു മകനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചതാ എന്റെ അമ്മ. ആ അമ്മയാ ഞാൻ ഒറ്റപ്പെടുത്തി തൃച്ചംബരത്തിന്റെ ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നത്. ആ അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരും ഇടുപ്പിയായിട്ടാ എന്റെ തലയിൽ പതിക്കുന്നേ. ആനന്ദേ, എന്താ ഇത്? എടാ, നീ കണ്ടിട്ടുണ്ടോടാ ഇങ്ങനൊരു അമ്മയെ? ഇത്രയും നാളും ഈ നെഞ്ചിലൊരു ഭാരമായിട്ട് കെട്ടിക്കിടക്കുകയായിരുന്നു. എന്റെ സങ്കടങ്ങളൊക്കെ നിറക്കി വെക്കാൻ ആനന്ദിനെ നീ അല്ലാതെ വേറെ ആരാടാ ഉള്ളത്? എടാ, ഞാനിന്ന് വിരുമ്പിയ തകർന്നു പോകുന്നൊരു പെണ്ണുണ്ട് കൂടെ. അതുകൊണ്ട് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല എനിക്ക്. എടാ, ഞാൻ എന്റെ പെറ്റമ്മയോട് ചെയ്ത തെറ്റിന് കാലം മാപ്പ് തരോടാ എനിക്ക്. നീ ചെയ്ത തെറ്റിന് കാലം മാപ്പ് തരുമെന്നോ? അതിന് നീ തെറ്റ് ചെയ്തില്ലല്ലോ. സ്നേഹിക്കുന്ന പെണ്ണിനെ പറഞ്ഞു വഞ്ചിക്കുന്ന തെറ്റ് കൂടെ കൂട്ടുന്ന ആണത്വമാ. അതാണ് ഒരാണിന്റെ ശരി. ഈ പ്രണയം തെറ്റാണെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചേ? ഏത് പുസ്തകത്തിലാ നീ അത് വായിച്ചേ? എടാ, പ്രണയം ഒരു മഹാഭാഗ്യം. എങ്ങനെ നോക്കിയാലും മഹാഭാഗ്യവാനാ നീ. പ്രണയം അളക്കുന്നത് സ്വർണം അളക്കുന്ന കോമൺ ബാലൻസിലല്ല, മനസ്സിന്റെ ത്രാസില. മനസ്സിന്റെ ത്രാസിൽ അളന്നു നോക്കുമ്പോ നീയാണ് മഹാഭാഗ്യവാൻ. നിനക്ക് കിട്ടിയിരിക്കുന്നത് മഹാലക്ഷ്മിയാ. ഇനി നിന്റെ ഈ ശബ്ദം പതറരുത്. കാരണം എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ടായാലും നീ തൃച്ചംബരത്തെ പുത്രന്. അതെ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന നിന്റെ അമ്മയുടെ മകൻ. നിന്റെ ഈ കണ്ണെന്ന് നനഞ്ഞാൽ തോക്കുന്നത് ആ പാവം പെണ്ണായിരിക്കും, കല്യാണി. നീ വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. സുബ്രു, എനിക്ക് കുറച്ച് ജോലി. ഒരു ജോലി. പ്രിയപ്പെട്ട അഖിലാന്റിക്ക്, പ്രിയങ്കയെ തോൽപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലായിരിക്കും അല്ല എന്റെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഗംഗ ഈ നാഗപടത്ത് പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നിലെ ബുദ്ധി സമ്മതിക്കണം. തൃച്ചംബരത്തെ തകർക്കാനുള്ള നാഗമഠത്തിന്റെ പദ്ധതികൾ പൊളിച്ചെങ്കിലും എന്റെ ഭാഷയിൽ പറഞ്ഞ പരാജയം ആന്റിക്ക് തന്നെ. വെറുമൊരു അടുക്കളക്കാരിക്ക് മുന്നിൽ പരാജിതയായി. ഒന്ന് പുറത്തു പോലും ഇറങ്ങാനാവാതെ പ്രൗഢിയും അന്തസ്സും നഷ്ടപ്പെടുത്തി വീട്ടുതടങ്കലിൽ കഴിയുന്നതാ പരാജയം. ശേഷിക്കുന്ന കാലം ചുവരുകൾക്കുള്ളിൽ മറഞ്ഞിരുന്നു. അവസാനം മതിഭ്രമം വന്ന് മുഴുഭ്രാന്തിയായിട്ട് മാറും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ആ
രംഗം ഒന്ന് കണ്ണു നിറയെ കണ്ട് ആസ്വദിക്കാൻ നാഗമടത്തെ പ്രിയങ്കയും എത്തും. അതിനിനി അധികം സമയമില്ല. ശേഷം നേരെ വിശ്വസ്തയോടെ നാഗമടത്ത് പ്രിയങ്ക വർമ്മ. ചേച്ചി ആരുടെയാ കത്ത്? ചേച്ചി ഈ മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടിയിരുന്നു. വല്ലപ്പോഴെങ്കിലും പുറത്തിറങ്ങും ചേച്ചി. അല്ല, ഈ ബുക്സ് ഈ കബോർഡിൽ എങ്ങനെ വന്നു? ഓ, ചിലപ്പോ പറന്നു വന്നായിരിക്കും. മനുഷ്യനെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. പുസ്തകം പറന്നു വന്നു അത്രേ. എനിക്കറിയാം, ഞാൻ വേറൊരു അടുക്കളക്കാരി പെണ്ണായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ. ഞാൻ പോവാ. നിക്ക്. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ഈ അടുക്കളക്കാരി പഠിച്ച് വലിയ ആളാവാൻ വേണ്ടിട്ടല്ലേ? അതെ, എനിക്ക് വയ്യ വലിയ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ. ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് ഉറക്കം വരും. ആണോ? അവിടെ ഇരിക്കേ, ആ നോക്കട്ടെ. അയ്യോ, വാ ഇവിടെ ഇരിക്കേ. വല്യൂഞ്ഞേ. പ്രിയങ്കേ, നിന്റെ ഒരു ഒറ്റ കത്തുകൊണ്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അങ്ങനെ ഏകാന്തവാസം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. നീ കത്തിൽ എഴുതിയതുപോലെ ആ വീട്ടുതടങ്ങളിൽ കിടന്ന് ശബ്ദമില്ലാതെ അഖില ചുവരുകളോടും ചിത്രങ്ങളോടും സംസാരിച്ച് ഒരു മുഴുഭ്രാന്തിയെ പോലെ നരകിച്ച് നാറാണക്കല്ല് ഉരുട്ടണമായിരുന്നു. നീ ഒരൊറ്റ കത്തിലൂടെ ഇല്ലാതാക്കിയത് അഖിലാണ്ടേശ്വരിയുടെ ആ ക്ലൈമാക്സ് സീനാ. അഖില എന്ന പെൺസിംഹം കൂട്ടിലടങ്ങിക്കിടന്നപ്പോ തൃച്ചംബരം ഭരിച്ചിരുന്നത് ഞാൻ എന്ന സിംഹമായിരുന്നു പ്രിയങ്കെ. ആന്റിക്ക് ചേരില്ല പെൺസിംഹം എന്ന വാക്ക്. അത് അഖിലാണ്ടേശ്വരി പോലെ രാജയോഗം സ്വയം കൽപ്പിച്ചു നടക്കുന്ന ഒരു ജീവി. ആന്റി അതല്ല, സമർത്ഥയാ. നിമിഷ നേരങ്ങൾ കൊണ്ട് കാര്യങ്ങൾ വരുതിയിലാക്കാൻ കഴിയുന്ന കുറുക്കന്റെ ജന്മം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ പിന്നെ തൃച്ചംബരത്തിന്റെ റാണി ഈ നിൽക്കുന്ന വിലാസിനി ആന്റി അല്ല, കല്യാണിയാ.
പ്രിയങ്കേ. അതെ ആന്റി, അവളുടെ കയ്യിലാ ആ രാജമുദ്ര. രാജമുദ്രയോ? ഞാൻ ഉദ്ദേശിച്ച രാജമുദ്ര മറ്റൊന്നും അല്ല ആന്റി, കല്യാണിയുടെ കഴുത്തിൽ കിടക്കുന്ന ആനന്ദിന്റെ പേര് കുറിച്ച താലി. ആ താലി അഴിഞ്ഞു വീഴും വരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കല്യാണി തന്നെയാണ് തൃച്ചംബരത്തെ റാണി. വിലയിട്ടപ്പോ നീ മറന്നുപോയത് ആ മക്കളെയാ. അവരെ ദത്തെടുത്തതല്ല, നീ നിന്റെ ഈ വയറ്റിൽ 10 മാസം ചുമന്നും പ്രസവിച്ചതാ. ആനന്ദിന്റെ കാര്യം ആലോചിക്കുമ്പോ പലപ്പോഴും നിന്റെ പൊക്കൾ കൂടി മുറിച്ചു മാറ്റിയൊന്നു വരെ ഒരച്ഛനെന്ന നിലയിൽ ഞാൻ സംശയിച്ചിട്ടുണ്ട്. നിന്റെ ഏകാന്തവാസം അതിനുള്ള ഉത്തരം തേടിയാണെങ്കിൽ അയക്കോ. ചേച്ചി ഇവിടെ വന്ന് കഴിച്ചോളാന്ന്. ആനന്ദ് ഇരിക്കാം, വാ. വേണ്ട സർ, അമ്മ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. അല്ല, അരവിന്ദ് എവിടെ? പുറത്തേക്ക് പോയതാ, വരാൻ അല്പം വൈകുന്നു പറഞ്ഞു. ജയന്തിയും കൂടെ പോയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. ഇന്ന് അവളുടെ അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ എടുക്കുന്ന ദിവസം. അവളാദ്യം അവനെ കൊണ്ട് ഏതെങ്കിലും ബേക്കറി കയറിയിട്ടുണ്ടാവും. മതി. ആ, കല്യാണി ഇരിക്കേ. എന്നിട്ട് എല്ലാവർക്കും തന്നെത്താൻ വിളമ്പി കഴിക്കാം. ആ, ഇരിക്കു കല്യാണി, ഇരിക്കേ. എന്റെ ഓർമ്മ വെച്ച നാള് മുതല് അമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം തട്ടിയെറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. വെറുപ്പിന്റെ അകൽച്ചയുടെ എക്സ്ട്രീമാ അത്. അത് കല്യാണി ഒരുപാട് വേദനിപ്പിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ അവള് കരഞ്ഞു തീർക്കായിരുന്നു. ബ്രോ, അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയ. അത് വേണ്ട അരവിന്ദ്. കല്യാണി ഇന്ന് തൃച്ചംബരത്തെ വീട്ടുജോലിക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. ഇനി ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായാൽ കാര്യങ്ങൾ വഷളാവുകയുള്ളൂ. നോക്ക്, ഞാനിപ്പോ ഒരു മകൻ മാത്രമല്ല, ഭർത്താവ് കൂടിയാ. പറഞ്ഞില്ലേ, അമ്മയുടെ വാശിയും കടുംപിടുത്തങ്ങളും അതേ ബ്ലഡാ എനിക്കും. അതാ ഇപ്പൊ എന്റെ ഭയവും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അമ്മ പ്രതികരിക്കുന്നത് പോലെ ഞാനും പ്രതികരിച്ച അതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുക ഈ വീട്ടിൽ. അതൊന്നും വേണ്ട. ഞാൻ പോവും. എനിക്ക് പോണം. നിന്നോട് മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞു. ഇനി പോവുക. യു ടേക്ക് കെയർ ആൻഡ് ബിലീവ് മീ, I love you a lot. A lot. പോട്ടെ.
പകുതി കേട്ടു, പകുതി കേട്ടില്ല. എന്നാലും കാര്യം മനസ്സിലായി. നല്ല തീരുമാനം. അല്ല, നീ ഇവിടെ നിന്ന് എന്തൊക്കെയാ എടുത്തോണ്ട് പോകുന്നത്? പഴയ തുണികൾ, ഫയലുകൾ, കുറച്ച് കാശ്? അല്ല, അടുക്കള പാത്രം ഒന്നും എടുത്തോണ്ട് പോകില്ലല്ലോ അല്ലേ? പിന്നെ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു പഴയ സാധനമുണ്ട് ഇവിടെ, ഒരു ഹൃദയം. അതിനെ വലിച്ചെറിയുമോ അത് കൂടെ കൊണ്ടുപോകുമോ? അതൊന്നും അറിഞ്ഞേക്കൊള്ളാം. അച്ഛാ, അല്ല മോനെ, പോകും മുമ്പ് അനിയനോട് മാത്രമേ പറയാനുള്ളൂ എന്ന് നീ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ ആരാ ഇവിടെ? എനിക്കൊരു സ്ഥാനമില്ലേ നിന്റെ മനസ്സിൽ? അരവിന്ദ്, ഈ തന്ത ചാവുമ്പോഴേ ബലികർമ്മങ്ങൾ നടത്തേണ്ടത് മൂത്ത മകനാണെന്നാണ് സങ്കല്പം. യവനിനി കാണില്ല. അപ്പൊ നീ വേണം അതൊക്കെ ചെയ്യാൻ. ഇനിയിപ്പം നിനക്കും വല്ലയിടത്തും ഇറങ്ങി പോണമെന്ന് തോന്നിയാൽ ഞാൻ സഹദേവനോട് വിളിച്ചു പറയാം, അവന്റെ മകനെ വിളിച്ചു വരുത്താൻ. കർമ്മം ചെയ്യാതെ തന്തയുടെ ആത്മാവിനെ അലയം വിടുന്നത് പാപമല്ലേടാ. അച്ഛാ, അച്ഛൻ എന്നെ കരയിക്കരുത്. പുല്ലേ, കരയിക്കുന്നത് നീലടാ, ഞങ്ങളെ രണ്ടാളെ. അതിന് നിനക്കെന്താ അവകാശം? അതാണ് എന്റെ ചോദ്യം. നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെട്ടോ അടുക്കളക്കാരി കല്യാണി പ്രേമിക്കാൻ? നിന്നോട് ഞങ്ങൾ കാലു പിടിച്ച് പറഞ്ഞോ അവളെ രഹസ്യമായി വിവാഹം കഴിക്കാൻ? നിന്നോട് ഞങ്ങൾ വെറുപ്പ് പറഞ്ഞു തൃച്ചംബരം വിട്ട് പെണ്ണിനെ വിളിച്ചോണ്ട് നിന്നോട് പോവാൻ? ഇല്ല. ഇത് ഓരോന്നും ചെയ്തതും നീ ഒറ്റയ്ക്ക്. അതറിഞ്ഞപ്പോ നിവൃത്തികേട് കൊണ്ട് നിന്റെ കൂടെ നിന്നു ഒറ്റ തെറ്റ് മാത്രമേ ഞങ്ങൾ രണ്ടാളും ചെയ്തുള്ളൂ. ശരിയാണോ തെറ്റാണോ? ഉത്തരം പറ. ശരിയാണ്. കൊള്ളാം, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനെന്ന പെരുമ നിനക്ക് വേണം. അതുവഴിയുള്ള പ്രൗഢി, അന്തസ്, സുഖസൗകര്യങ്ങൾ എല്ലാം വേണം. പക്ഷേ നിന്റെ വിവാഹം, ഭാവി എന്നിവ സ്വപ്നം കണ്ട് നടന്ന അഖിലാണ്ടേശ്വരി എന്ന അമ്മയും നിനക്ക് വേണ്ട. എന്നേക്കാൾ നിനക്ക് വലുത് അടുക്കളക്കാരി കല്യാണിയല്ലേ? മതി, നിർത്ത് പ്ലീസ്. കല്യാണി അടുക്കളക്കാരിയല്ല, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ഭാര്യ. തൃച്ചംബരത്ത് കല്യാണി. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനല്ല, വെറും ആനന്ദകൃഷ്ണൻ. ഓ, ഒരുപാട് വളച്ചൊടിച്ചിട്ടാണെങ്കിലും ഇപ്പോഴാ അമ്മ ശരിയായ പോയിന്റിലേക്ക് വന്നത്. അതെ, അത് ഞാനിവിടെ തിരുത്തുന്നു. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനല്ല, വെറും ആനന്ദകൃഷ്ണൻ. അങ്ങനെയുള്ള ആനന്ദകൃഷ്ണന് അമ്മ ഈ പറഞ്ഞ പ്രൗഢിയും പെരുമയും സമ്പത്തും ഒന്നും ഇനി ആവശ്യമില്ല. ഇപ്പോ ഇവിടെ വച്ച് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങുക. ഇനി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ കമ്പനിയിലേക്ക് ഞാനില്ല. ഞാൻ താലി കെട്ടിയ ഭാര്യയോടൊപ്പം, ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കാത്ത അമ്മയോടൊപ്പം ഇനി ഒരു നിമിഷം പോലും ഞാൻ ആ തൃച്ചംബരത്ത് ജീവിക്കില്ല. അതെ അമ്മേ, പോകുമ്പോ തൃച്ചംബരത്തെ നയ പൈസ പോലും കൊണ്ടുപോകത്തില്ല ആനന്ദ് കൃഷ്ണൻ. ആനന്ദ്, ഹൃദയസ്പന്ദനത്തിന്റെ താളം മാറുമ്പോ മരണത്തിന്റെ കാലൊച്ച കേൾക്കാറുണ്ട്.
അച്ഛന്റെ അപേക്ഷയാണ്. എന്റെ മോൻ അച്ഛന്റെ കണ്ണത്തിന് ദൂരത്തുണ്ടാവണം. ആനന്ദ്, ഒരച്ഛൻ എന്നതിലുപരി എല്ലാത്തിനും കൂടെ നിന്ന മനുഷ്യനാ ആ പോയത്. പറ്റുമെങ്കിൽ അങ്കിളുടെ ആ ആഗ്രഹമെങ്കിലും നടത്തിക്കൊടുക്കും. ഇതൊരപേക്ഷയാണ്. നമ്മൾ എങ്ങോട്ടാ വലിയ? എനിക്കൊരപേക്ഷയുണ്ട്. ആ അച്ഛനെ തളർത്തരുത്. തൽക്കാലം നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോയിക്കൂടെ? എന്നോട് കാണിച്ച നീതി ആ അച്ഛനോട് കൂടി കാണിക്കണം. കാലി പിടിക്കന്നെ. വാ. സന്തോഷായി എനിക്ക്. നമ്മൾ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കും ആനന്ദിനെയും ആ അടുക്കളക്കാരിയെയും. ഒരർത്ഥത്തിൽ അവൻ അവളെയും വിളിച്ചോണ്ട് ഔട്ട് ഹൗസിൽ തന്നെ പോയത് നന്നായി. അവനെ കാണുമ്പോഴെല്ലാം അഖിലയുടെ മനസ്സിനേറ്റ മുറിവിൽ ചോരപ്പൊടിയും. ആന്റി പറയുന്നതിനെ ഞാൻ പുറംകാലുകൊണ്ട് തട്ടിയെറിയൊന്നുമില്ല. ഒന്ന് നോക്കിയാ അത് ശരി തന്നെയാ. പക്ഷേ കണ്ണകലുമ്പോൾ മനമകലുമെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് അഖിലയും മകനും പൂർണ്ണമായും വേർപിരിയണം. അതെ ആന്റി, ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടാവണം അഖിലയ്ക്കും ആനന്ദിനും. പ്രിയങ്കേ, നീ ഉദ്ദേശിക്കുന്നത്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഒരു ചുക്കും വേണ്ടാന്ന് പറഞ്ഞ് ATM കാർഡും പണവും മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ആനന്ദ് ഔട്ട് ഹൌസിൽ നിന്നും പുറത്താവണം. അതിപ്പോ പ്രിയങ്കേ വഴിയുണ്ട് ആന്റി. ഞാൻ പറയും പോലെ ആന്റി കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. പ്രിയങ്കേ, ഇത് ഞാൻ ഏറ്റു. ഗുഡ്. എന്നാ പിന്നെ വൈകിക്കണ്ട ആന്റി. ശ്രീയേട്ടനെ വിളിച്ച് ദാസിന്റെ റൂട്ട് മാപ്പ് എടുത്തു തരാൻ ഞാൻ. എന്നാ പിന്നെ ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കാം. ശരി ആന്റി. പോട്ടെ ഗംഗി. ശരി ആന്റി. എന്താ നീ വരുന്നില്ലേ? എടി നിന്നോടാ ചോദിച്ചത് നീ വരുന്നില്ലെന്ന്. നീ വേഗം ഡ്രസ്സിൽ ഇറങ്ങാൻ നോക്ക്. അരവിന്ദ്, എന്തൊക്കെയായി കാണിക്കുന്നത്? നീ എന്താ പൊട്ടം കളിക്കാ? അതോ നീയും കൂടി എന്നെ 'അരവിന്ദ് പ്ലീസ്'. എടി എന്ത് പ്ലീസ്?
ബ്രോ ഇല്ലാത്ത ഈ തൃച്ചംബരത്ത് ഞാനുമില്ല. അമ്മ പറഞ്ഞ് നീയും കേട്ടല്ലേ, ഞാനും ബ്രോയും ചത്തൂന്ന്. ശവമായിട്ട് ഈ തൃച്ചംബരത്ത് നിൽക്കാനേ അരവിന്ദില്ല. സമയം കഴിഞ്ഞോറും ശവങ്ങൾ പുഴുത്തു നാറും. അതിനു മുമ്പ് നമുക്ക് പോകുന്ന നല്ലത്. എവിടേക്ക്? നിന്റെ വീട് ഒഴിച്ച് വേറെ എവിടേക്കും? എന്തേ അരവിന്ദ്, ആന്റി ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഈ എടുത്തുചാട്ടം നല്ലതിനല്ല. ഞാൻ മരിച്ചുപോയി അമ്മ പറഞ്ഞപ്പോഴേ ഞാനും അമ്മയായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. ആത്മാവില്ലാത്ത ശരീരം ജഡോ. ആ ജഡ ഇവിടെ കിടന്ന് ചീഞ്ഞു നാറണ്ട. നീ തൃച്ചംബരത്തെ മകളൊന്നുമല്ല, മരുമകളാ. മനസ്സിലായ? മകന് അമ്മയുണ്ടെങ്കിലേ മരുമകൾക്ക് അമ്മായമ്മയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ല. നിനക്കും വാറങ്ങ്. നിന്റെ ബുക്കും കോപ്പൊക്കെ എടുത്തോ. ഞാൻ എങ്ങോട്ടും ഇല്ല. ഒരു വാക്കുകൊണ്ട് അരവിന്ദ് എല്ലാം അവസാനിപ്പിച്ചതുപോലെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വലതുകാലം വെച്ച് കയറിയ വീടായത്. നിങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള യുദ്ധത്തില് സർവവും തകർന്ന് താഴെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അരവിന്ദ് ഇപ്പൊ അമ്മയല്ലെന്ന് പറഞ്ഞ ആ സ്ത്രീ, അവരെന്റെ അമ്മായി അമ്മയാ. എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന എന്റെ അമ്മായി അമ്മ. ബുധനേറ്റി ഇരിക്കല്ലേ? കുടിക്ക് വല്യുഞ്ഞ്. വല്യുഞ്ഞിന് പുതിനാറ്റി ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ അനിയൻ കുടിനും പുതിനാറ്റി കുടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ അവനാ പുതിനയില വാങ്ങി ഫ്രിഡ്ജ് വെച്ചിരുന്നത്. അതേതായാലും ഇപ്പൊ ഗുണമായല്ലോ. തൃച്ചംബരത്തെ ടേസ്റ്റ് ഇല്ല അല്ലേ? എനിക്കറിയാം, ഈ മനസ്സിലിപ്പോ എന്ത് കുടിച്ചാലും ഒരു രുചി ഉണ്ടാവില്ല എന്ന്. അതെന്താ കല്യാണി രുചി തോന്നാത്തത്? തൃച്ചംബരത്ത് നീ തന്നെയല്ലേ ഉണ്ടാക്കി തന്നിരുന്നത്. ആനന്ദിന് നിന്റെ സാമീപ്യമാണ് രുചി. അതിനുവേണ്ടി എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് ദേ ഒരുമാതിരി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ അടിക്കൂ എന്നെ? പറ, അടിക്കോന്ന്. ഇത് തൃച്ചംബരമല്ല. അടിച്ചാലേ ഇവിടെ ചോദിക്കാൻ അച്ഛനും അനിയൻകുട്ടിനും ഒക്കെ ഉണ്ട്. ഓഹോ, ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യം. അതെ. ആണോ? ശരിക്കും വേണ്ട. ദേ വരണ്ട. ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന മകനെ എന്താ അവനെ ഔട്ട് ഹൗസ് ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ ദാസിന്? പറ്റുമെങ്കിൽ പോയി അടിച്ചിറക്ക് സാർ. ദാസ്, അവൻ പിറന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വയറ്റില. അതേ വാശിയും കടുംപിടുത്തമാ അവനും. അങ്ങനെയുള്ള തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ അച്ചുവിട്ടി താമസത്തിന് പോകുമെന്ന് കരുതുന്നുണ്ട് ദാസ്. ദാസ്, ഞാൻ എന്റെ മകനോട് യാചിച്ചിട്ടാ. എനിക്കെപ്പോഴും അവനെ കണ്ണെത്തും ദൂരത്ത് കാണണമെന്ന് പറഞ്ഞിട്ടാ അവനതിന് തയ്യാറായത്. അവൻ ഔട്ട് ഹൗസിൽ കല്യാണിയും കുട്ടി താമസിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ഹൃദയം നിലച്ചു പോകാവുന്ന ഈ അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ദാസ് അവനെ. മതി സാർ, സാറിന്റെ മുമ്പില് വേണ്ട. ദാസ്, ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത പലതും സ്വീകരിക്കേണ്ടി വരും. ഒട്ടും ഇഷ്ടപ്പെടാത്ത ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. ഇഷ്ടമുള്ളതിന് വേണ്ടെന്ന് വെക്കാനും ഇഷ്ടമില്ലാത്തതിന് സ്വീകരിക്കാനും ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരാണ്. അങ്ങനെ ചെയ്യുന്ന ത്യാഗത്തിനാണ് മഹത്വം. മനസ്സിലായി സാർ. ഞാനങ്ങോട്ട്
സുബ്രു, ഞാൻ നിന്നോട് എത്ര തവണയായി പറയുന്നു, നീ എന്താ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തത്? നീ ഇതാണ് പറഞ്ഞു വരുന്നെങ്കിൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ് സുബ്രു, നീ അമ്മയുടെ ഭാഗത്തുനിന്ന് മാത്രം സംസാരിക്കുന്നത്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എന്താ കുഞ്ഞെ, ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ? ദാസേട്ടാ, അത് തൃച്ചംബരത്തേക്ക് ഇനി ഇല്ലാന്നും കമ്പനിയിലേക്ക് ഇനി പോവില്ല എന്നും പറയുന്ന കേട്ടല്ലോ. എങ്ങനെ ജീവിക്കും കുഞ്ഞെ? തൃച്ചംബരത്ത് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു വശമേ കുഞ്ഞ് കണ്ടിട്ടുള്ളൂ. അതിനൊരു മറുവശം കൂടിയുണ്ട്. പട്ടിണി കിടക്കുമ്പോ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കേണ്ടി വരുന്ന മറുവശം. അതൊന്നും കുഞ്ഞിതുവരെ കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ല. വാശിയും വാശിപ്പുറത്തുള്ള ജയവുമല്ല ജീവിതം. ഇത് പിടിക്ക്. എന്താ ഇത്? ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ ഇതൊക്കെ? ആവശ്യപ്പെട്ട് തരുന്നവനല്ല ചങ്ങാതി, ആവശ്യം അറിഞ്ഞ് സഹായിക്കുന്നവനാ. എനിക്ക് വേണ്ട. കല്യാണി, ഇതുകൊണ്ടുപോയി അകത്ത് വെക്ക്. മടിക്കണ്ട, നിന്റെ സഹോദരനാ പറയുന്നെന്ന് കരുതിയാ മതി. ഞാൻ ചായ എടുക്കാം. വേണ്ട, വേണ്ടാത്തോണ്ട. സാരമില്ല, എല്ലാം ശരിയാവും. ഞാനുണ്ടോ കൂടെ? എടിഎം കാർഡടക്കം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വന്നതല്ലേ. ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ട സുബ്രു, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിലുള്ള കുറച്ചിലുണ്ടെന്നുമല്ല. ഇപ്പൊ ഇത് വാങ്ങിയാൽ എനിക്ക് സ്വയം തോറ്റുപോയെന്നൊരു തോന്നൽ വരും. അത് പാടില്ല. ആവശ്യമുള്ളപ്പോ വാങ്ങിച്ചോളാം. എന്താടാ ഇത്? എന്റെ കയ്യിൽ നിന്ന് നിനക്ക് വാങ്ങിക്കുന്നതിന് കുറച്ചിലോ? ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരിടാ. ശരി, വിളിക്കാം. അവരോടൊന്നും തോന്നാത്ത പ്രണയം എന്നോട് എന്തിനാ ദേവി തോന്നിപ്പിച്ചേ? അതോ പറയാം. കഴിഞ്ഞ ജന്മത്തിൽ പ്രണയിച്ച് കൊതി തീരാതെ പോയവരാ കല്യാണി നമ്മൾ. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും ആ കടം വീട്ടിയില്ലെങ്കിൽ ദൈവങ്ങൾക്ക് എന്നെ കോപം വരും. അപ്പോ അതായിരിക്കാം ഈ ചെമ്പരത്തിക്കുട്ടിയെ എന്റെ ഹൃദയത്തിൽ തളർപ്പിച്ചത്. അതെ, ഈ ജന്മത്തിൽ എനിക്ക് വല്യകുഞ്ഞിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വല്യകുഞ്ഞിനെ സ്വന്തമാക്കാൻ ഓരോ ജന്മത്തിലും പിറവിയെടുത്ത് കാത്തിരിക്കുമായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? ഇങ്ങനൊരച്ഛൻ നേരത്തെ മുറിയും പൂട്ടി മൂടി പൊതച്ച് കിടന്നുറക്കമായി. ഞാൻ അവിടെ കിടക്കൊന്ന് വല്ല ചിന്തയുണ്ടോ? വിഷുവല്ലേ, കണി ഒരുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ കടിച്ച് കീറാൻ വരില്ലായിരുന്നോ? ഇങ്ങനൊരച്ഛൻ. അങ്കിൾ, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ? അരവിന്ദ് ഇതുവരെ എത്തിയിട്ടില്ല അങ്കിൾ. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് പറയുന്നേ. അവനിങ്ങ് വരും. വല്ല ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരിക്കും. കൂട്ടുകാർക്ക് ഒരു കുറവില്ലല്ലോ അവന്. മോള് വെറുതെ ടെൻഷൻ ആവണ്ട, പോയി കിടത്തണം. അല്ല, അവൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതാണല്ലോ. പിന്നെ ഏത് ഫോണിലാ വിളിച്ചത്? അവൻ ഫോണൊക്കെ വേറെ വാങ്ങി അങ്കിളെ. ഓ അങ്കിളെ,
എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. ആനന്ദിന്റെ ഇറങ്ങിപ്പോക്ക് അങ്കിളിന്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവിന്റെ ആഴം വളരെ വലുതാണെന്ന് എനിക്കറിയാം. സങ്കടങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുമ്പോഴാ നമ്മള് ഭാഗ്യമുള്ളവരാവുന്നത്. ചിലർ മൗനം കൊണ്ട് നമ്മൾ തോപ്പിക്കാറുണ്ട്. അതറിയില്ല എന്റെ മരുമകൾക്ക്. ആ മൗനത്തിന് ഒഴിവാക്കൽ എന്നൊരർത്ഥം കൂടി ഉണ്ട് അങ്കിള്. അഖിലാന്റി നമ്മളെ മൗനം കൊണ്ട് ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആനന്ദ തൃച്ചംബരത്തുനിന്ന് പോയതിന്റെ ആഘാതം എല്ലാരെക്കാളും കൂടുതൽ അരവിന്ദിനാ. ആനന്ദില്ലാത്ത തൃച്ചംബരത്തെക്കുറിച്ച് പാവ അരവിന്ദിന് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അതാ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ.